ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ത്രൂ മാർക്കറ്റ് ചെയ്യുന്നതിനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഡെയിലി ലൈഫിനകത്ത് മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഗൂഗിള് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളെല്ലാം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട് ആഡ്സുകൾ കാണാറുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആഡ്സുകൾ കാണാറുണ്ട്, ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ആഡ്സുകൾ കാണാറുണ്ട്, യൂട്യൂബിനകത്ത് ആഡ്സുകൾ കാണാറുണ്ട്. ഇതൊക്കെ ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ത്രൂ അല്ലെങ്കിൽ ഓൺലൈൻ ത്രൂ മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയും. ഇനി ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ട്രഡീഷണൽ മാർക്കറ്റിംഗ് തമ്മിൽ കമ്പാരിസൺ എടുത്ത് നോക്കുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആണെന്നുള്ളതാണ്. രണ്ടാമത് വരുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഗ്ലോബൽ ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമത് നമുക്കിതിൻ്റെ കറക്റ്റ് റിസൾട്ടുകൾ മെഷറബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. നാലാമത് ഇതിനകത്ത് നമ്മുടെ റൈറ്റ് ഓഡിയൻസിലേക്ക്, അതായത് കറക്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് മാത്രം നമുക്ക് ടാർഗറ്റ് ചെയ്ത് അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യാൻ പറ്റുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വരുന്നത്. ഇനി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്തോട്ട് പോകുന്നുണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരുപാട് ചാനൽസുകൾ അവൈലബിൾ ആണ്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഉണ്ട്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വരുന്നുണ്ട്, കോണ്ടന്റ് മാർക്കറ്റിംഗ് വരുന്നുണ്ട്, ഇമെയിൽ മാർക്കറ്റിംഗ്, അങ്ങനെ ഒരുപാട് ചാനൽസുകൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള എല്ലാ ബിസിനസ്സുകളും മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഓൺലൈനിലോട്ട് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് നല്ല സ്കോപ്പും ഓപ്പർച്യൂണിറ്റീസും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്.